ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോളിനോമിയൽ റിപ്രസെൻറ്റേഷനാണ്. യൂസിങ് സിംഗിൾ ലിസ്റ്റ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടതാണ് പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? അറേ വെച്ചിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സോ നമ്മൾ അറേ വെച്ച് ചെയ്യുമ്പോൾ നമുക്കവിടെ ഫിക്സഡ് സൈസ് ആണ്. അതേപോലെ തന്നെ നമുക്കവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു മെമ്മറി അലോക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് ആണ്. ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ലിങ്ക് ലിസ്റ്റിൻ്റെ ബേസിക് ഒരു ഐഡിയ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് നോഡ് ഉണ്ടാവും. സോ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ്സ് ലൈക്ക് ഒരു 1000 ആണെന്നുണ്ടെങ്കിൽ ഈ 1000 ആയിരിക്കും നമ്മൾ ഹെഡിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്കറിയാം അടുത്ത നോഡ്, അതുപോലെ തന്നെ അടുത്ത നോഡ്, ഒരു നോഡിന് നമുക്കറിയാം ഒരു ഇൻഫോർമേഷൻ പാർട്ടും ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്കൊരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. സോ നമുക്ക് ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് നല്ലതായിരിക്കും എന്ന് നമുക്കറിയാം. സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ സിംഗിൾ ലിങ്ക് ലിസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പക്ഷെ നമുക്ക് എങ്ങനെ ഒരു പോളിനോമിയൽ ഇത് വെച്ച് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഒരു പോളിനോമിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ് 7x² അല്ലെങ്കിൽ x⁻² എന്ന് പറയാം. സോ നമുക്ക് ഈ ഒരു 7 എന്ന് പറയുന്നതിന് എന്തായിരിക്കും നമ്മൾ പറയുക? കോഎഫിഷ്യൻ്റ് എന്നാണ്. അതായത് എക്സിൻ്റെ കൂടെ ഉള്ള ടീമിനെയാണ് കോഎഫിഷ്യൻ്റ് എന്ന് നമ്മൾ പറയുന്നത്. അതേപോലെ എക്സിൻ്റെ പവറിനെ നമ്മൾ പറയുന്നത് എന്താണ്? പവർ എന്ന് പറയാം, അതല്ലെങ്കിൽ നമ്മൾ എക്സ്പോണൻറ്റ് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ടതാണ്. പിന്നെ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ നമുക്ക് നമ്മൾ അസ്യൂം ചെയ്യുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതാണ് ഓൺലി 1 വേരിയബിൾ പോളിനോമിയലാണ് നമ്മളോട് കൺസിഡർ ചെയ്യുന്നത്. 1 വേരിയബിൾ എന്ന് പറയാൻ നമ്മളിവിടെ ഒന്നുകിൽ എക്സിൻ്റെ ടേംസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമുക്ക് വേരിയബിളായിട്ട് ഒറ്റ ടൈം മാത്രമേ പാടുള്ളൂ. ലൈക്ക് നമുക്കൊരു 7x⁻⁴ വന്ന് പ്ലസ് 8y² അങ്ങനെയുള്ളൊരു പോളിനോമിയൽ നമുക്ക് പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള പോളിനോമിയൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ദി എക്സ്പോണൻ്റ് ലൈക്ക് ഓൾറെഡി സോർട്ട് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അങ്ങനെ സോർട്ടഡ് ആയിട്ടുള്ള പോളിനോമിയലിനായിരിക്കും നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 4x³ + 3x² + 2 എന്ന് പറഞ്ഞൊരു പോളിനോമിയലുണ്ട്. അപ്പോൾ ഈ പോളിനോമിയലിൻ്റെ പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പവർ ⁻³ ആയിരുന്നു. അടുത്ത പവർ എന്താണെന്ന് പറഞ്ഞാൽ ഈ 3-നേക്കാളും കുറവേ പാടുള്ളൂ. സോ അങ്ങനെ അതായത് ഡിക്രീസിങ് ഓർഡറിലായിരിക്കും ഇതിൻ്റെ പവർ സോർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഒന്നുകിൽ ഓൾറെഡി സോർട്ടഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സോർട്ട് ചെയ്തിട്ടുള്ള ഒരു പോളിനോമിയലിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ ഇത്രയും നമ്മൾ അസംഷനായിട്ടായിരിക്കും എടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് നോട്ടൊന്നും പോവാം. ദിസ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ യൂസ് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമുക്കറിയാവുന്നതാണ് ഡിക്രീസിങ് ഓർഡറിലായിരിക്കും നമ്മളതിൻ്റെ പവറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് നോഡിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് പറയാം. നമ്മൾ നോർമൽ കേസിൽ നമ്മുടെ ഒരു നോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു നോഡിൻ്റെ ഇൻഫോർമേഷൻ പാർട്ടും ഉണ്ടാവും, അതേപോലെ ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കൊരു ടേബിൾ തന്നെ ഒരു കോഎഫിഷ്യൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു പവറും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു നോഡിൽ തന്നെ ഒരു കോഎഫിഷ്യൻ്റ് പാർട്ടും ഉണ്ടാവും, ഒരു എക്സ്പോണൻറ്റ് പാർട്ടും ഉണ്ടാവും, പിന്നെ അതേപോലെ നോർമലായിട്ട് നമുക്ക് ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാവും അടുത്ത നോഡിലേക്ക് പോകാൻ. സോ ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. ഈ കോഎഫിഷ്യൻറ്റിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക? ഇപ്പോൾ 4x³ ആണെങ്കിൽ നമുക്ക് ആ 4 എന്ന് പറയുന്ന അതിൻ്റെ കോഎഫിഷ്യൻറ്റ്, അതേപോലെ തന്നെ പവറാണ് നമ്മൾ എക്സ്പോണൻ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഓരോ ടൈമിനും സ്റ്റോർ ചെയ്ത് പോകുന്നത്. അപ്പോൾ എത്ര നോഡ് വേണം, അത് എത്ര ടൈംസ് ഉണ്ട്, അത്രയും നോഡായിരിക്കും നമുക്ക് വേണ്ടത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു പോളിനോമിയൽ എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. സോ 4x³ ആണ്. സോ നമുക്കറിയാവുന്നതാണ് 4 എന്ന് പറയുന്നത് അതിൻ്റെ കോഎഫിഷ്യൻ്റ് പാർട്ടാണ്. സോ കോഎഫിഷ്യൻ്റ് പാർട്ട് എടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുത്തു. ദെൻ അതിൻ്റെ പവർ എത്രയാണ്? 3 ആണ്. സോ ആ പവറാണ് നമ്മൾ അടുത്തായിട്ട് ആ നോഡിൽ സൂക്ഷിക്കുന്നത്. ദെൻ നമുക്കറിയാം ഇതേപോലെ തന്നെ 3x². സോ 3 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആണ്. അതേപോലെ എക്സിൻ്റെ പവർ ആയിട്ടുള്ള 2 ആണ് നമ്മൾ അടുത്തത് സ്റ്റോർ ചെയ്യുന്നത്. 2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു ടൈം ഉണ്ട്. സോ 2 എന്ന് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ x⁻⁴ ആണ്. സോ എക്സിൻ്റെ പവർ എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ ലാസ്റ്റ് നോഡായതുകൊണ്ട് ഇതിനെ നൾ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയായിരിക്കും നമ്മളൊരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ആസ് യൂഷ്വൽ അറിയുന്ന പോലെ ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ് എന്താണോ അതായിരിക്കും ഹെഡിലുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു 7x³ + 4x + 3 എന്ന് പറഞ്ഞൊരു ടൈം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണോ? അങ്ങനെ എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ കോഎഫിഷ്യൻ്റ് പാർട്ടിനെ ഒരു നോഡിലേക്ക് ആദ്യത്തെ നോഡിലേക്ക് എടുത്ത് വെക്കും. അത് 7 ആണ്. പിന്നെ അതിൻ്റെ പവർ 3 ആയിരുന്നു. സോ ആ 3 എടുത്ത് നമ്മൾ വെച്ചു. പിന്നെ നമുക്കൊരു ലിങ്ക് പാർട്ട് ഓൾറെഡി ഉണ്ട്. അതേപോലെ പിന്നെ നമുക്ക് അടുത്ത ടൈമിലേക്ക് പോകാം. 4 ഉണ്ട്. 4 എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ആണ്. 4 എടുത്ത് വെച്ചു. അതിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? x⁻1 ആണ് x. സോ 1 എടുത്ത് വെച്ചു. പിന്നെ അതിന് ലിങ്ക് ഉണ്ടാവും. സോ അതുപോലെ തന്നെയായിരിക്കും നമ്മൾ അടുത്ത ടൈംസ് സെറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്ന് അതിൽ നിന്ന് എഴുതാൻ പറഞ്ഞാൽ നമുക്കത് എഴുതാൻ പറ്റണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത പോളിനോമിയലിനെ വെച്ച് നമുക്ക് എങ്ങനെ നമുക്ക് 2-3 ഓപ്പറേഷൻസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യമേ പഠിക്കുന്നതാണ് പോളിനോമിയൽ അഡീഷൻ. സോ 2 പോളിനോമിയൽസ് ഉണ്ടാവും, അത് തമ്മിൽ അഡീഷൻ ചെയ്യുക എങ്ങനെ ഈസ് വെച്ചിട്ട്. സോ അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 പോളിനോമിയൽസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക.
സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുമ്പോൾ പോളിനോമിയൽ അഡീഷൻ ആകും. സോ പോളിനോമിയൽ അഡീഷൻ ഒരു ബേസിക് ഐഡിയ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി എന്നും ക്യൂ എന്നും പറഞ്ഞ് 2 പോളിനോമിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെയിം പവർ ഉള്ളത് തമ്മിൽ ആഡ് ചെയ്യുക, അല്ലാത്തതെല്ലാം ഡയറക്റ്റ്ലി എടുത്ത് എഴുതുക. സോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 6x³ എന്നാണ് ഫസ്റ്റ് ടൈം പറഞ്ഞേക്കുന്നത്. സോ എക്സിൻ്റെ പവർ 3 ആണ്. സോ ഈ പവർ 3 ഉള്ള എന്തെങ്കിലും ടൈംസ് അടുത്ത, അതായത് ക്യൂ എന്ന് പറഞ്ഞ പോളിനോമിയൽ ഉണ്ടോ ഇല്ല. സോ അതുകൊണ്ട് എന്തായിരിക്കും ചെയ്യുന്നത്? 6x³ നമുക്ക് ഡയറക്റ്റ്ലി എടുത്ത് എഴുതാം. ഇനി അടുത്ത് നോക്കി 3x എന്ന് പറഞ്ഞ ടൈമാണ്. സോ എക്സിൻ്റെ പവർ ഇവിടെ 1 ആണ്. സോ x⁻1 പവറുള്ള എന്തെങ്കിലും ടൈം ക്യൂ എന്ന് പറഞ്ഞ പോളിനോമിയൽ ഉണ്ടോ? നമ്മൾ നോക്കി, നമുക്ക് 2x എന്ന് പറഞ്ഞൊരു ടൈം കിട്ടി. സോ പവർ സെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി അതിൻ്റെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുക. സോ 3 + 2 ചെയ്തു 5x കിട്ടി. സോ ഇത്രയും മാത്രമേ നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. ദെൻ നമുക്ക് അടുത്ത ടൈം നോക്കാം. x⁻0 ആണ്. സോ x⁻0 ഉള്ള ഒരു ടൈം നമുക്ക് അടുത്ത പോളിനോമിയൽ, അതായത് ക്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. സോ എന്താ ചെയ്യുന്നത്? അത് ഡയറക്റ്റ്ലി എടുത്ത് എഴുതാം. സോ നമുക്ക് അറ്റ് ദ എൻഡിൽ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് 4x⁻4 എന്ന് പറഞ്ഞുകൊണ്ട്, സോ നമുക്ക് x⁻4 ഉള്ള വേറൊരു ടൈം ഓപ്പോസിറ്റ് ഉള്ള പോളിനോമിയൽ ഇല്ല. സോ അതുകൊണ്ട് തന്നെ അത് ഡയറക്റ്റ്ലി എഴുതി. പിന്നെ ഉണ്ടെങ്കിൽ 6x³ ആവും. സോ അതും നമുക്ക് വേറെ പവർ സെയിം ആയിട്ടുള്ളൊരു ടൈം ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ എടുത്ത് എഴുതി. അതേപോലെ നമുക്ക് അടുത്ത ടൈം നോക്കി കഴിയുമ്പോൾ ഒരു x⁻1 ആയിരുന്നു. സോ എക്സിൻ്റെ പവർ 1 ഉള്ള ഒരു ടൈം ഉണ്ട് 2 പോളിനോമിയലിലും. സോ അത് തമ്മിൽ അതിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ നമ്മൾ ആഡ് ചെയ്തു. സോ 3 + 2 5 ആണ്. സോ 5x + 6. ഓക്കെ, 6 അതേപോലെ തന്നെ വന്നതാണ്. എക്സിൻ്റെ പവർ 0 ആണ്. അതുപോലെയുള്ള വേർക്കിനില്ല. അപ്പം ഇങ്ങനെയാണ് ഒരു പോളിനോമിയൽ അഡീഷൻ ചെയ്യുന്നത്. സോ നമുക്കിത് എങ്ങനെ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് ചെയ്യാമെന്ന് നോക്കാം. സോ ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും? ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ പി കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ലിങ്ക് ലിസ്റ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്, റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. 6 നമ്മൾ എടുത്ത് എഴുതി. അതിൻ്റെ പവർ 3 ആയിരുന്നു, അത് എടുത്ത് എഴുതി. അടുത്തത് എന്താ? 3x എന്നാണ്. സോ 3 എടുത്ത് എഴുതി. എക്സിൻ്റെ പവർ 1 ആണ്. സോ എക്സിൻ്റെ പവർ 1 എടുത്ത് എഴുതി. ഇത് നമുക്ക് 6 ആണ്. എക്സിൻ്റെ പവർ അവിടെ 0 ആണ്. അതേപോലെ തന്നെ ക്യൂയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇത് 2 തമ്മിൽ ആഡ് ചെയ്ത് പുതിയൊരു റിസൾട്ടിലേക്ക് സെറ്റ് ചെയ്യണം. അതായത് പുതിയൊരു പോളിനോമിയൽ നമുക്ക് വേണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പുതിയൊരു പോളിനോമിയൽ നമ്മൾ പോളി ആർ എന്ന് എഴുതി, അതായത് പോളിനോമിയൽ ആർ. സോ റിസൾട്ട് ആ പോളിനോമിയലാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പുതിയൊരു പോളിനോമിയൽ ഉണ്ട്. നിലവിൽ പോളിനോമിയലിന് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. സോ അതായത് നമുക്ക് അതിൻ്റെ ഹെഡ്, ആർ ഹെഡ് എന്നാണ് നമ്മളവിടെ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആർ ഹെഡ് എന്ന് പറയുന്നത് നള്ളാണ്. നിലവിൽ കൈ ഒന്നുമില്ല. ഇനി എന്താണ് നമുക്ക് ചെയ്യുന്നത്? നമുക്ക് പുതിയ 2 പോയിന്റേഴ്സ് നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അതായത് പി എന്നൊരു പോയിന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്തിനു വേണ്ടി? പോളിനോമിയൽ പിക്ക് വേണ്ടി. അതേപോലെ ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്തിനു വേണ്ടി? പോളിനോമിയൽ ക്യൂവിന് വേണ്ടി. അതായത് പോളി 1 എന്ന് വേണം നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനെ നമുക്ക് പോളി 2 എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. എന്ത് കൊടുത്താലും നമുക്ക് വിഷയമൊന്നുമില്ല. ബേസിക് ഐഡിയ ആണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. സോ PTR = ഹെഡ് എന്ന് നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ P = P ഹെഡ് എന്ന് പറഞ്ഞു. സോ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ? പി എന്ന് പറഞ്ഞൊരു പോയിന്റർ നമുക്ക് ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റർ നമുക്ക് ഫസ്റ്റ് നോഡിലേക്ക്, ഏത് ക്യൂവിൻ്റെ ഫസ്റ്റ് നോഡിലേക്ക് നമുക്ക് പോയിന്റ് ചെയ്യാം. ഇനി നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി എന്തായിരിക്കും കമ്പയർ ചെയ്യുന്നത്? അതിൻ്റെ പവർ ആയിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി വർക്കിംഗ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പവർ സെയിം ആണെങ്കിൽ കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ ഡയറക്റ്റ്ലി കോപ്പി ഡൗൺ ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഈ ബി എങ്ങോട്ടേക്കാണ് പോയിന്റ് ചെയ്യുന്നത് നോക്കണം. സോ ഈ പോയിന്റ് ചെയ്യുന്നത് പവർ 3ലേക്കാണ്. സോ ഈ 3 പവർ ഉള്ളത് ആണോ ക്യൂവിലെന്ന് നോക്കി ക്യൂ കറണ്ടിലേ പോയിന്റ് ചെയ്യുന്നത്? അങ്ങനെയല്ല. സോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത്? പവർ സെയിം അല്ല. സോ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്? ഇപ്പോൾ 3 എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണോ നോക്കി? അല്ല. 3 എന്ന് പറയുന്നത് >4 ആണോ? അല്ല. സോ പിന്നെ എന്താണ് നോക്കുന്നത്? 3 എന്ന് പറയുന്നത് <4 ആണോ? അല്ലേ? 3 എന്ന് പറയുന്നത് <4 ആണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഈ ഒരു ഫുൾ നോഡിനെ നമ്മൾ കോപ്പി ഡൗൺ ചെയ്യുവാണ്. എങ്ങോട്ടേക്ക്? റിസൾട്ടൻറ്റ് പോളിനോമിയലിലേക്ക്. സോ നമ്മുടെ ഫസ്റ്റ് നോഡായിട്ട് നമ്മളിവിടെ എന്തായിരിക്കും ചെയ്യുന്നത്? 4. സോ ഈ ഒരു നോഡ് നമ്മൾ റിസൾട്ടൻറ്റ് നോഡിലേക്ക് നമ്മൾ കോപ്പി ചെയ്തു. സോ നമുക്ക് ഇപ്പം ആർ ഹെഡ് എന്ന് പറയുന്നത് നള്ളല്ല. നമുക്കൊരു വാല്യൂ ഉണ്ട്. ലൈക്ക് ഇതിനൊരു 1000 ആയിരുന്നെങ്കിൽ ഈ 1000 ആയിരിക്കും നമ്മളിവിടെ അഡ്രസ്സായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ആ ഹെഡ് ഇപ്പം നള്ളല്ല. ഓക്കെ, ഇത് എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ഇനി പിന്നെ നോക്കുവാണ്, പിന്നെ നമ്മൾ കമ്പയർ ചെയ്യും. അപ്പോൾ ഈ ക്യൂ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. കാര്യം ഇവിടുന്ന് ഈ നോഡ് നമുക്ക് ഓൾറെഡി കോപ്പി ഡൗൺ ചെയ്തു. ഇനി ക്യൂ എന്ന് പറയുന്നത് ഇതാണ്. ആൽക്കുറത്തിൽ പറഞ്ഞേക്കുവാണ് നമ്മൾ പി എന്നും ക്യൂ എന്നും 2 പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ആർ ഹെഡ് നമ്മൾ അതിനെ നള്ളാക്കി വെച്ചേക്കാം. കാര്യം ആർ ഹെഡ് നള്ളാണ്. ബിക്കോസ് നമുക്ക് നിലവിൽ റിസൾട്ടൻ പോളിനോമിയലിൽ ഒന്നുമില്ല. ദെൻ നമ്മൾ രണ്ടാമത്തെയാണ് പറഞ്ഞിരിക്കുന്ന ഒരു ഐട്രേഷനാണ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ നോക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്നത് നള്ളാവാതിരിക്കണം, അതേപോലെ ക്യൂ നള്ളാവാതിരിക്കണം. സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പുതിയൊരു നോഡ് ഉണ്ടാക്കുന്നുണ്ട്. ദെൻ എന്താണ് ചെയ്യുന്നത്? ഇഫ്
പി ഓഫ് എക്സ്പൊണൻറ്റ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്പൊണൻറ്റ് എന്ന് പറഞ്ഞാൽ സെയിം പവറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഎഫിഷ്യൻറ്റ് തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, ന്യൂവിൻ്റെ കോഎഫിഷ്യൻറ്റിലേക്ക് നമ്മൾ പിൻ്റെ കോഎഫിഷ്യൻറ്റും ക്യൂവിൻ്റെ കോഎഫിഷ്യൻറ്റ് കൂടി സം ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എക്സ്പൊണൻറ്റ് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആക്കാം, കാര്യം രണ്ടും സെയിം ആണല്ലോ. പിന്നെ എന്താണ് ചെയ്യുന്നത്, ഓഫ് ലിങ്ക് ഈക്വൽ ടു നള്ളാക്കി വെക്കുന്നു. കാര്യം പുതിയ നോഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പുതിയ നോഡ് നമ്മൾ അടുത്ത റിസൾട്ടൻറ്റിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് നിലവിൽ ഹെഡ് നള്ളായിരുന്നു, ദെൻ നമുക്ക് അടുത്ത നോഡായിട്ട് വന്നു കഴിയുമ്പോൾ ലാസ്റ്റ് നോഡായിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നള്ളാക്കിയാണ് പോകുന്നത്. ദെൻ നമ്മൾ അടുത്ത നോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു കണക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഈ അഡ്രസ്സ് വരും. സോ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പിക്കുക. സോ നമ്മൾ അഡീഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 2 ലിസ്റ്റിനെയും 1 വീതം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് പിയും ക്യൂവും നമ്മൾ ജസ്റ്റ് 1 വീതം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എൽസിഫ് ആയിട്ട് നമ്മൾ പറഞ്ഞേക്കാണ് പിൻ്റെ എക്സ്പൊണൻറ്റ് ഗ്രേറ്റർ ദാൻ ക്യൂവിൻ്റെ എക്സ്പൊണൻ്റ് ആണോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതാണോ വലുത് അത് നമ്മൾ എടുത്ത് കോപ്പി ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് നോക്കുക, ന്യൂവിൻ്റെ കോഎഫിഷ്യൻറ്റിലേക്ക് പിൻ്റെ കോഎഫിഷ്യൻ്റാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് വലുത് ഇതായിരുന്നു. സോ അതേപോലെ തന്നെ ഐറ്റ് എക്സ്പൊണൻറ്റ് പാർട്ടും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചത് എവിടെ നിന്നാണോ അതിനെ മാത്രം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സോ നമ്മളിവിടുത്തെ പി എന്നാണ് എടുത്ത് വെച്ചത്. സോ അതുകൊണ്ട് പീനെ മാത്രം ജസ്റ്റ് 1 വീതം ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇനി അതുമല്ല, അതായത് ഈ 3 പോസിബിലിറ്റീസ് ആണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി അതല്ല, നമ്മൾ നേരെ തിരിച്ചിട്ട് ഇതിൻ്റെ നേരെ തിരിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യൂ ഓഫ് എക്സ്പോ ഗ്രേറ്റർ ദാൻ ബി ഓഫ് എക്സ്പോ അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, നോയിൻ്റെ കോഎഫിഷ്യൻറ്റ് പാർട്ടിലേക്ക് ക്യൂവിൻ്റെ കാര്യങ്ങൾ എടുത്തു വെക്കുന്നു. അതായത് നിങ്ങൾ ഞാൻ ഓർത്ത് നോക്കുക, ഇക്വലാണെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്യുന്നു. അല്ലാത്ത സാഹചര്യത്തിൽ ഏറ്റവും വലുത് എവിടെ നിന്നാണോ ഉള്ളത് അല്ലെങ്കിൽ വലുത് എവിടെയാണോ ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് കോപ്പി ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, ന്യൂവിലേക്ക് കോപ്പി ഡൗൺ ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ എവിടെ നിന്നാണോ കോപ്പി ഡൗൺ ചെയ്തത് അത് മാത്രം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 5ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് ആ ഹെഡ് എന്ന് പറയുന്നത് നള്ളായിരുന്നെങ്കിൽ, അതായത് ഫസ്റ്റ് നോഡിൻ്റെ കേസാണ് പറയുന്നത്. ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ പുതിയ നോഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഹെഡിനെ ന്യൂവിൻ്റെ അഡ്രസ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഹെഡിലേക്ക് ന്യൂവിൻ്റെ അഡ്രസ് എടുത്ത് കൊടുക്കുന്നു. ഇനി അതല്ലാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞ് ഒരു നോഡെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണെന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, പുതിയ നോഡിനെ എടുത്തിട്ട് നിലവിലുണ്ടായിരുന്ന ആറിൻ്റെ ലിങ്കിലേക്ക് കൊടുക്കുന്നു. കാര്യം 6 എന്ന് പറയുന്ന പോയിന്റർ നമ്മൾ പോയിന്റ് ചെയ്യുന്നത് റിസൾട്ടൻറ്റ് പോളിനോമിയലിൻ്റെ ലാസ്റ്റ് പൊസിഷനിലേക്കായിരിക്കും. സോ അതാണ് 5th സ്റ്റെപ്പിൽ ചെയ്തിരിക്കുന്നത്. 3, 4 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്തെങ്കിലും നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ടൈംസ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മൾ രണ്ടിടത്തും ഈക്വൽ ആയിട്ടാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് പോകുന്നത്. സോ ഒരു മൊമെൻറ്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് പി എന്ന് പറയുന്നത് ഇവിടെ എൻഡായി, അതായത് നള്ള് വരെ എത്തി. സോ ഇവിടെ വെച്ച് പി നമുക്ക് കിടന്നുപോയി. സോ പക്ഷേ ക്യൂ എന്ന് പറയുന്നത് ഇനിയും 2-3 നോട്ട്സ് കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂയെ 2-3 നോട്ട്സ് നമുക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്യാറുണ്ട്, അല്ലേ, സെറ്റിലേക്ക് നമുക്ക് കോപ്പി ചെയ്ത് വെക്കണം. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു 2 പാർട്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതായത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് വൈൽ പി എന്ന് പറയുന്നത് നള്ളല്ലേ. സോ പി എന്ന് പറഞ്ഞ പോയിന്ററാണ് നമുക്കറിയാം. സോ പി നള്ളല്ലാത്തിടത്തോളം കാലം ഈ ലൂപ്പിൻ്റെ അകത്തേക്ക് കയറുന്നു. സോ പി നള്ളല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പുതിയൊരു നോഡ് ഉണ്ടാക്കി അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് കോപ്പി ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ 1 വീതം ഈ പറയുന്ന പിയെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സോ പി ആദ്യമേ എവിടെയായിരുന്നു, ദെൻ നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു ഈ പിയിൽ ടേംസ് ഉണ്ടെങ്കിൽ. ഇനി അതേപോലെ തന്നെയാണ് ഇവിടെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇനി ക്യൂവിലാണ് ടേംസ് ഉള്ളതെന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്ന് നമ്മൾ ഇതെടുത്ത് കോപ്പി ഡൗൺ ചെയ്തു, ഇതിൻ്റെ കാര്യം തീരുമാനമായി. നമ്മൾ എന്താണ് ചെയ്യുന്നത്, ക്യൂവിന് അടുത്തതിലേക്ക് നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തു. സോ അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ക്യൂ നള്ളാണോ നോക്കുന്നു. ആദ്യമേ വൈലിൻ്റെ കണ്ടീഷൻ അത് തന്നെയാണ്. സോ ക്യൂ നള്ളാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കയറത്തില്ല. ഓക്കെ, ക്യൂ നള്ളല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇനിയും നോട്ട്സ് ഉണ്ടെന്നാണ്. സോ അങ്ങനെ ബാക്കി വന്ന ടൈംസ് നമ്മൾ ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ട് നമുക്ക് പ്രോസസ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളിവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു 3 പാർട്സ് ആണ്. സോ 3 പാർട്സ് എന്ന് പറയുന്നത് എന്താണ്, അവർ സെയിം ആണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കുക്കുവാണ് ചെയ്യുന്നത് പുതിയ നോഡിലേക്ക്. ഇനി ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താണോ ഗ്രേറ്റർ ആയിട്ടുള്ളത് അത് എടുത്ത് കോപ്പി ഡൗൺ ചെയ്യുമോ. പിന്നെ അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പിൻ്റെ എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് വെക്കുന്നു. അതേപോലെ തന്നെ ക്യൂരും എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത് വെക്കുന്നു. സോ ഇതാണ് ബേസിക് ഐഡിയ ഓഫ് ഒരു പോളിനോമിയൽ അഡീഷൻ. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 എക്സാമ്പിൾ എഴുതുക, നമ്മളത് വർക്കിംഗ് ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്, അതിന് പുറമെ നമ്മൾ അൽഗോരിതം ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് അഡീഷൻ പോലെയല്ല, കുറച്ചും കൂടി ഒന്നൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആ വർക്കിംഗ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ വന്ന് എങ്ങനെയാണ് മാത്സിൽ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. സോ പി എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ട്, ക്യൂ എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ ഉണ്ട്. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കും, അതായത് പിയിലെ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള 2x³ എടുത്തു. ദെൻ ഇത് പോയി ക്യൂവിലെ എല്ലാ ടൈംസിനെയും മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 2x³ ഇൻറ്റു ക്യൂ എന്ന് നമുക്ക് ജനറലായിട്ട് പറയാൻ നമുക്ക് നോക്കുവാണെങ്കിൽ 2x³ ആദ്യമേ പോയി 4x⁴ ഇൻറ്റു ചെയ്യണം. അതേപോലെ ഇത് പോയി ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യണം, ഇത് പോയി ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യണം. സോ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്, 2x³ 4x⁴ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർ തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എക്സിൻ്റെ പവർ എത്രയാണ്, 3 + 4 7 ആണ് വന്നിരിക്കുന്നത്. ദെൻ ഈ
കോഎഫിഷ്യൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ 2 into 4 ആയിരിക്കും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 8 ആണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ 2x³ എല്ലാമായിട്ട് ഇൻറ്റു ചെയ്തു. ഇനി അതേപോലെ തന്നെ നമ്മൾ അടുത്ത ടൈമായിട്ടുള്ള 1x² ആണ്. സോ ഈ 1x² നമ്മൾ പോയി ഇതുമായിട്ട് ഇൻറ്റു ചെയ്യണം, അതേപോലെ ഇതുമായിട്ട് ഇൻറ്റു ചെയ്യാം, ഇതേപോയിട്ട് ഇൻറ്റു ചെയ്യണം. സോ അതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ 1x³ ഇൻറ്റു 4x⁴ ചെയ്തു. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, പവർ തമ്മിൽ ആഡ് ചെയ്യും, കോഎഫിഷ്യൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇത്രയും വലിയൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോളിനോമിയൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. അതെന്താ ആ പ്രശ്നം നിങ്ങൾ നോക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ടൈമിൻ്റെ പവർ 7 ആണ്. അതിവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ആണ്. അടുത്ത ടൈമിൻ്റെ പവർ എത്രയാണ്? x⁻6 ആണ്. സോ നമുക്ക് അപ്പോൾ ഇവിടെ ഉണ്ടോ നോക്കാം. ഉണ്ട്. ഓക്കെ. സോ നമുക്ക് ഇവിടെ 6ൻ്റെ പവർ 2 ടൈമിലുണ്ട്. ഇനി നമുക്ക് അടുത്ത പവർ നോക്കാം, അതായത് 5 നോക്കാം. സോ 5 എന്ന് പറഞ്ഞ് സെയിം പവറുള്ള 2 ടൈംസ് ഉണ്ട് ഇവിടെ, അല്ലേ? പിന്നെ നോക്കി നമുക്ക് 4ൻ്റെ പവർ വേറെ ഉള്ളതൊന്നുമില്ല. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ സെയിം പവർ ഉള്ളത് തമ്മിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, അല്ലേ? അതായത് ഈ 6ഉം ഈ 4ഉം കൂടി ആഡ് ചെയ്ത് നമുക്ക് 10x⁻6 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതെ, നമ്മളങ്ങനെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും 3x⁵ ഉണ്ട്, 6x⁵ ഉണ്ട്. സോ ഈ 6ഉം ഈ 3യും കൂടി കൂട്ടി നമുക്ക് 9x⁵ എന്ന് നമുക്ക് എഴുതാം. സോ അതായത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 2 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് ഈ ഒരു ടൈപ്പിലുള്ള ഒരു പോളിനോമിയലായിരിക്കും. ദെൻ നമ്മൾ ഈ കിട്ടിയ പോളിനോമിയൽ നമ്മൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് സെയിം പവറുള്ള ടൈമിനെ സിമ്പിളായിട്ട് ആഡ് ചെയ്യണം, അതിൻ്റെ കോഎഫിഷ്യൻറ്റ് പാർട്ട് ആഡ് ചെയ്യണം. സോ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ കിട്ടും ആഫ്റ്റർ നമ്മൾ സെയിം പവറുള്ളതിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. സോ നമ്മൾ ഒരു അൽഗോരിതത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇത് വർക്കിംഗ് പറയുമ്പോൾ നമ്മൾ ആദ്യമേ മൾട്ടിപ്ലൈ ചെയ്യും, അതിനുശേഷം നമ്മൾ സെയിം പവറുള്ളതിനെ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യണം. സോ എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് ബേസിക് ഒരു ഐഡിയ നമുക്കൊന്ന് പറഞ്ഞു പോകാം. സോ നമ്മൾ 2 പോളിനോമിയലിനെ ഇവിടെ ലിങ്ക് ലിസ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളിവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് ഫേസിൽ ചെയ്യുന്നത് പി എന്ന് പറഞ്ഞ പോയിന്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? ഫസ്റ്റ് നോഡിലേക്കാണ്. അതേപോലെ ക്യൂ പോയിന്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഫസ്റ്റ് നോഡിലേക്കാണ്. അവർ തമ്മിൽ ആഡ് ചെയ്യുക, അതുപോലെ മറ്റേ തമ്മിൽ കോഎഫിഷ്യൻറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യത്തെ ടൈമായ ഈ 2 into 4 ചെയ്യും. സോ നമുക്ക് 8 കിട്ടും. ദെൻ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? 3 + 4 ചെയ്യും. സോ x⁻7 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടൈം. ദെൻ നമ്മൾ എന്തായിരിക്കും +2. ദെൻ നമ്മൾ അടുത്ത ടൈം എന്താ? ഇതിന് മാറ്റമില്ല, പിക്ക് മാറ്റമില്ല. സോ ക്യൂ നമ്മൾ അടുത്തതിലേക്ക് മാറ്റി. സോ ക്യൂ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. സോ ക്യൂ ഇനി പോയിന്റ് ചെയ്യുന്നത് ഈ നോഡിലേക്കാണ്. സോ നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? +3 into 2 ദാറ്റ് ഈസ് 6. പിന്നെന്താണ് ചെയ്യേണ്ടത്? പവർ തമ്മിൽ ആഡ് x⁻6. സോ നമ്മൾ ഇങ്ങനെ ചെയ്താണ് നമുക്ക് ഇതുപോലെ കിട്ടുന്നത്. സോ ഞാൻ ആദ്യത്തെ 2 ടൈം എഴുതി. ഇനി എന്തായിരിക്കും ചെയ്യുന്നത്? ഇവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ, അതായത് ക്യൂ എന്ന് പറയുന്നത് ഇവിടേക്ക് പോയിന്റ് ചെയ്തു. സോ നമ്മൾ അത് എഴുതി കഴിയുമ്പോൾ 6x⁵ എന്ന് കിട്ടി. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത്? ഇനി പീനെ അപ്ഡേറ്റ് ചെയ്യുക. പി അടുത്തതിലേക്ക് പോവുക. ദെൻ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുമായിട്ട് ഓപ്പറേഷൻ ചെയ്യുക, ഇതുമായിട്ട് ഓപ്പറേഷൻ ചെയ്യുക. സോ അത് എൻഡിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനിയാണ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫേസ് എന്ന് പറയുന്നത്. നമ്മൾ സെയിം പവറുള്ള ടൈം കമ്പൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതായത് സെയിം പവറുള്ള ടേംസിൻ്റെ കോഎഫിഷ്യൻറ്റ് നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇത്രയും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആർക്കെന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു പോളിനോമിയലിൽ ഞാൻ ഒരു കറസ്പോണ്ടിങ് ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ 3 പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ പി എന്ന് പറഞ്ഞൊരു പോയിന്റർ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഞാൻ ഫസ്റ്റ് നോഡിലേക്ക് ഞാൻ ഫിക്സ് ചെയ്തു. അതേപോലെ തന്നെ ക്യൂ എന്ന് പറഞ്ഞ അടുത്ത പോയിന്ററിനെ ഞാൻ സെക്കൻഡ് പോളിനോമിയലിലേക്ക് ഫിക്സ് ചെയ്തു, അതായത് സെക്കൻഡ് നോഡിലേക്ക് ഫിക്സ് ചെയ്തു. ഇനി പ്രീവിയസ് എന്ന് പറഞ്ഞ് ഒരു നോഡ് കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ പ്രീവിയസ് എന്ന് പറഞ്ഞ് ഒരു പോയിന്റർ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ആദ്യമേ തന്നെ ഞാൻ ഫസ്റ്റിലേക്ക് ഞാൻ പോയിന്റ് ചെയ്തേക്കുവാണ്. സോ 3 പോയിന്റർ ഉണ്ട്. സോ പി എന്നും ക്യൂ എന്നും പ്രീവിയസ് എന്നും ഒരു പോയിന്റർ. സോ ഞാൻ ഫസ്റ്റ് ചെയ്യുവാണ്. പിയും ക്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. എന്താണ് കമ്പയർ ചെയ്യുന്നത്? അതിൻ്റെ പവറാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. സോ ആദ്യമേ ഞാൻ 7ഉം 6ഉം തമ്മിലുള്ള പവർ കമ്പയർ ചെയ്തു. സോ ഇത് സെയിം ആണോ? സെയിം അല്ല. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ക്യൂവിനെ എടുത്തിട്ട് ഒന്ന് മാറ്റും. സോ ക്യൂ അടുത്തതിലേക്ക് പോയി. ദെൻ നമ്മൾ പ്രീവിയസിനെ ഒന്നും കൂടി മാറ്റും. സോ പ്രീവിയസ് നേരത്തെ ക്യൂവിൻ്റെ അടുത്തേക്ക് പോയി. അതായത് തൊട്ട് മുമ്പേ ക്യൂ എന്തായിരുന്നു അതിലേക്ക് ഞാൻ പ്രീവിയസിനെ ആക്കി. സോ പുതിയ ക്യൂ എന്ന് പറയുന്നത് എൻ്റെ ഇപ്പം 3rd നോഡാണ്. അതേപോലെ പുതിയ പ്രീവിയസ് എന്ന് പറഞ്ഞാൽ 2nd നോഡാണ്. സോ പിക്ക് മാറ്റമില്ല.
ഇനി എന്താണ് കമ്പയർ ചെയ്യുന്നത്? ഇപ്പോഴും കമ്പയർ ചെയ്യുന്നത് പിയും ക്യൂവും തമ്മിലാണ്. സോ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും പിയും ക്യൂവും തമ്മിലാണ്. സോ 7ഉം അതിൻ്റെ പവറായിട്ടുള്ള 5ഉം തമ്മിൽ കമ്പയർ ചെയ്തു. സോ അത് സെയിം അല്ല. സോ അങ്ങനെ നമ്മൾ പോവാണ് ചെയ്യുന്നത്. സോ അങ്ങനെ പോയി ലാസ്റ്റ് വരെ ഈ ക്യൂ പോവും. ക്യൂ പ്രീവിയസ് നമ്മളിങ്ങനെ പോവും. സോ പോയി കഴിഞ്ഞ് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരെ ഒന്നും തന്നെ കിട്ടിയില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി പീനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ പീനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. സോ അപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പോൾ ഇവിടെയായിരിക്കും ആദ്യമേ പ്രീവിയസ്, ഇനി ഇവിടെയായിരിക്കും ക്യൂ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടുന്ന് നമുക്ക് പി പോയിട്ടുണ്ട്. ഇനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് എപ്പോഴും പിയും ക്യൂവും തന്നെയാണ്. സോ ഇതിൻ്റെയും പവർ തമ്മിൽ കമ്പയർ ചെയ്യും. സോ 6ഉം 5ഉം സെയിം അല്ല. സോ എന്താണ് ചെയ്യുന്നത്? അപ്ഡേറ്റ് ചെയ്യും. ക്യൂവിനെ തൊട്ടപ്പുറത്തേക്ക് അപ്ഡേറ്റ് ചെയ്തു, പ്രീവിയസിനെ തൊട്ടപ്പുറത്തേക്ക് അപ്ഡേറ്റ് ചെയ്തു. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി ബിയും ക്യൂവും തമ്മിൽ കമ്പയർ ചെയ്യും. സോ പവർ സെയിം ആയിട്ട് വന്നിട്ടുണ്ട്. സോ പവർ സെയിം ആയി കഴിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കോഎഫിഷ്യന്റ് തമ്മിൽ ആഡ് ചെയ്യുക. സോ ഈ 6ഉം ഈ 4 തമ്മിൽ ആഡ് ചെയ്തു. സോ 10x6 എന്നുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്തി. ഇനി ഇതുപോലെ തന്നെ പോവും. സോ ലാസ്റ്റ് എത്തിക്കഴിയുമ്പോൾ എന്തായിരിക്കും? ക്യൂ എന്ന് പറയുന്നത് നമുക്ക് നള്ളിലേക്ക് എത്തി. സോ ക്യൂ നള്ളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിനെ ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യും. സോ പി എന്ന് പറയുന്നത് അടുത്ത നോഡിലേക്ക് പോകും. സോ പിന്നെ ഇതേപോലെ തന്നെ ഈ പരിപാടി തുറന്നുകൊണ്ടേയിരിക്കും. സോ അറ്റ് ദി എൻഡ് ഓഫ് ദിസ് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? നമുക്കൊരു സോർട്ടഡ് ആയിട്ടുള്ള, നമുക്ക് പെർഫെക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പോളിനോമിയലിനെ കിട്ടും. സോ ഇത് ചെയ്യുന്നതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. സോ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ റിസൾട്ടിനെ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡ് വഴി നമ്മളതിനെ സോർട്ട് ചെയ്തെത്തിപ്പോണ് ചെയ്തേക്കുന്നത്. സോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ അൽഗോരിതം നോക്കാം. ആദ്യമേ നമ്മൾ പറയുന്നത് ഇനീഷ്യലൈസിങ് ക്യൂ ആണ്. അതായത് പിയും ക്യൂവും നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തു. ആർ ഹെഡ് എന്ന് പറയുന്ന നിലവിൽ ഞങ്ങളാണ്, പുതിയ നോഡൊന്നുമില്ല. ദെൻ നമ്മൾ ഫേസ് 1 അല്ലെങ്കിൽ പാർട്ട് 1ലേക്ക് നമ്മൾ ചെയ്യുന്നത് എന്താ? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതുപോലെ പാർട്ട് 2ലായിരിക്കും നമ്മൾ അതിൻ്റെ സെയിം പവറുള്ള ടീംസിനെ നമ്മൾ അവിടെ കമ്പൈൻ ചെയ്യുന്നത്. സോ പാർട്ട് 1ൽ നമ്മൾ ചെയ്യുന്നത് വൈൽ പി എന്ന് പറയുന്നത് നള്ളാവുന്ന സാഹചര്യത്തിൽ അടുത്തൊരു ഇന്നർ ലൂപ്പിലേക്ക് പോവുകയാണ്. ക്യൂവിൻ്റെ ഇന്നർ ലൂപ്പ്. ന്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ് ഈക്വൽ ടു എന്താണ്? പിൻ്റെ കോഎഫിഷ്യൻ്റ് ഇൻറ്റു ക്യൂവിൻ്റെ കോഎഫിഷ്യൻ്റ്. കോഎഫിഷ്യൻ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും, പവർ തമ്മിൽ ആഡ് ചെയ്യും. ദെൻ നമ്മളത് കോപ്പി ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഒരു പിൻ്റെ ഫസ്റ്റ് ടൈം വെച്ചിട്ട് ക്യൂവിൻ്റെ എല്ലാ ടൈമിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. അതിനുശേഷം പീനെ അപ്ഗ്രേഡ് ചെയ്യുന്നു, പീൻ്റെ അടുത്തേക്ക് പോകുന്നു. സോ ആ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ആദ്യത്തെ ലൂപ്പിൻ്റെ അടുത്ത് കയറി, അതായത് ഫസ്റ്റ് പി ഇങ്ങോട്ടേക്ക് പോവുക ചെയ്തു. ദെൻ അത് വെച്ച് നമ്മൾ ക്യൂവിൻ്റെ എല്ലാ ടൈമിലും മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി സ്വാഭാവികമായിട്ടും പീനെ ഒന്ന് കൂട്ടും, അടുത്ത നോഡിലേക്ക് പോയി. ദെൻ ഇത് വെച്ചിട്ട് അടുത്ത ക്യൂവിൻ്റെ ലൂപ്പിലേക്ക്, ഇന്നർ ലൂപ്പിലേക്ക് കയറി. സോ ഇത് വെച്ചിട്ട് ഇതേപോലെ തന്നെ ക്യൂവിൻ്റെ അകത്തുള്ള എല്ലാ നോഡ്സും മമ്മീന് മൾട്ടിപ്ലൈ ചെയ്തു. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ടിലേക്ക് എത്തും. ദെൻ ഇങ്ങനെ കിട്ടിയ റിസൾട്ടിനെ നമ്മൾ അടുത്ത പാർട്ടിൽ, അതായത് ഫേസ് 2ൽ നമ്മൾ പോയി എന്ത് ചെയ്യും? സെയിം എക്സ്പോണൻസിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മൾ ആഡ് ചെയ്യും. സോ അതാണ് നമ്മളോട് ഫേസ് 2ൽ പറഞ്ഞേക്കുന്നത്. പി എന്ന് പറഞ്ഞൊരു പോയിന്റ് നമ്മൾ എടുത്തു. സോ അതിനെ നമ്മൾ ആർ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡിലേക്ക് അത് പോയിന്റ് ചെയ്യുവാണ് പി. ദെൻ അതേപോലെ തന്നെ പ്രീവിയസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് നോഡിലേക്ക് ആദ്യത്തെ സാഹചര്യത്തിൽ പോയിന്റ് ചെയ്തേക്കുവാണ്. ക്യൂ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തെ നോഡിലാണ്. സോ ദെൻ നമ്മൾ പി ക്യൂ നമ്മൾ കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് പിൻ്റെ എക്സ്പോണൻഷ്യൽ ഈസ് സെയിം ആസ് ക്യൂവിൻ്റെ എക്സ്പോണൻഷ്യൽ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? കോഎഫിഷ്യൻ്റ് പാർട്ട് ആഡ് ചെയ്യുക. അല്ലാത്ത സാഹചര്യത്തിൽ ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞ് സെയിം കാര്യം തന്നെ അൽഗോരിതമായിട്ട് പറഞ്ഞു പോകണം. സോ ഇത്രയാണ് നമ്മുടെ പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ അൽഗോരിതം വൃത്തിയായിട്ട് പഠിക്കുക. നമ്മൾ ഈ ഒരു പാർട്ടിൽ ആദ്യമേ ചെയ്തത് റെപ്രസെൻറ്റേഷൻ ആണെന്നു. ദെൻ നമ്മൾ അഡീഷൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അൽഗോരിതംസ് ആയിരിക്കും നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അൽഗോരിതം പഠിക്കുക. അൽഗോരിതത്തിൽ നമ്മൾ അഡിക്ഷൻ്റെ അകത്ത് മെയിനായിട്ട് ഓർക്കേണ്ടത് 3 കേസസ് ആണ്, മൾട്ടിപ്ലിക്കേഷന് 2 പാർട്ട്. സോ ബേസിക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും വെക്കാൻ പറ്റും. സോ ഞാൻ ഈ പാർട്ടിയോട് വെച്ച് എന്ത് ചെയ്യുവാണ്. താങ്ക് യു.